ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ മുഹമ്മദ് അലി പുത്തലത്ത്. ഇന്നലെ മനോരമ പത്രത്തിൽ ഒരു വാർത്ത വായിക്കുകയുണ്ടായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ തൊഴിലാളികൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ സർവീസുകൾ പെട്ടെന്ന് നിർത്തിവെച്ചു എന്നൊക്കെ. സംഭവം എന്താണ്, അതിൻ്റെ ആധികാരികത എന്ന് അറിയാത്ത രീതിയിൽ മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം ഖേദകരം തന്നെ. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം പറയാൻ എന്താ എന്നുള്ളത് വെച്ചാൽ, ഇങ്ങനെയൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മലയാള മനോരമ കോഴിക്കോട് സിറ്റിയിൽ കോർപ്പറേഷൻ പരിധിയിൽ സിറ്റി പെർമിറ്റ് ഇല്ലാത്ത, അതേപോലെ തന്നെ CC പെർമിറ്റുകൾ ഇല്ലാത്ത ധാരാളം വണ്ടികൾ അനധികൃതമായി സർവീസ് നടത്തുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളും അതേപോലെ ഹരിത വാഹനങ്ങളും പ്രൊമോട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ 7500-ലധികം CC പെർമിറ്റുകൾ കോഴിക്കോട് സിറ്റിയിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അനധികൃതമായി ഓടുന്ന CC ഇല്ലാത്ത ധാരാളം ഓട്ടോകളും ഉണ്ട്. ഇതിനെതിരെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനോ അതിനെതിരെ ഒരു നടപടി എടുക്കാനോ അധികൃതരും തിരിയുന്നില്ല. അതേപോലെ തന്നെ ട്രേഡ് യൂണിയനുകളും അതിനെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല. അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ, ഈ പെർമിറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിൽ തന്നെ, കോർപ്പറേഷൻ്റെ പരിധിയിൽ തന്നെ ഉള്ള ഓട്ടോകൾക്ക് പെർമിറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിൽ അവർ സുഗമമായി ആൾക്കാരെ കയറ്റുകയും അമിതമായി ചാർജ് വാങ്ങുകയും ചെയ്യുമ്പോൾ CC പെർമിറ്റുള്ള വാഹനങ്ങളെ പല ഓട്ടോ സ്റ്റാൻഡുകളിലും പാർക്ക് ചെയ്യാൻ പോലും അനുവദിക്കാത്ത സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അറിഞ്ഞിട്ടും അതൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത മലയാള മനോരമ പോലെയുള്ള പത്രങ്ങൾ ഈ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2022 ആണ് എന്ന് തോന്നുന്നുണ്ട്, ഈ ഓട്ടോ തൊഴിലാളികളുടെ ചാർജ് വർധനവ് അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് തവണ ഡീസലിന് വില വർധനവ്, അതേപോലെ തന്നെ ടാക്സ്, സ്പെയർ പാർട്സുകളുടെ വില വർധനവ്, ഇൻഷുറൻസിലുള്ള വില വർധനവ് തുടങ്ങി ഒത്തിരി ചിലവുകൾ കൂടിയെങ്കിലും ഇപ്പോഴും ഒരു ഓട്ടോ തൊഴിലാളിക്ക് 1.5 കിലോമീറ്ററിന് 30 രൂപ എന്നുള്ള നിരക്കിലാണ് കിട്ടുന്നത്. എന്നാൽ തന്നെ ചില പാസഞ്ചേഴ്സിന് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തന്നെ 10-12 കിലോമീറ്ററുകൾ ഓടിയാൽ തന്നെ മീറ്റർ ചാർജ് മാത്രം നൽകിക്കൊണ്ട് പിന്നെ അതിന് വാക്കുതർക്കം ചെയ്തുകൊണ്ട് പിന്നെ വണ്ടിയുടെ ഫോട്ടോ എടുക്കലും, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓട്ടോ തൊഴിലാളികൾ നേരിടുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്ന പത്രമാധ്യമങ്ങൾ ദയവായിട്ട് ഇങ്ങനത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൂടി ഒരു വാർത്തയാക്കി എടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.